ഒരാളില്ലല്ലേ? ഓക്കെ, റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ട്. പ്രസന്റ് ചെയ്യാം. ഇപ്പം ഡിസ്പ്ലേയിൽ ഒരു ക്വസ്റ്റ്യൻ വരും. ഇതായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അതാ നല്ല, ഇതന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് അതിന് പുതിയ സാധനങ്ങളൊക്കെ എടുക്കണ്ട. ഇതിന്റെ എനിക്ക് ഇന്നലെ നിഖില് ഗ്രാഫൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ ഇതൊക്കെ തന്നെയായിരുന്നു. ഫ്രീ ഓൺ 12 എന്ന് വെച്ചാൽ നമ്മള് R12 റെഫ്രിജറന്റ് വേണം എടുക്കാൻ. ഓക്കെ, ഫ്രീ ഓൺ 12 എന്ന് വെച്ചാൽ R12ന്റെ റെഫ്രിജറേഷൻ ചാർട്ട് വേണം എടുക്കാൻ. അതിന്റെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഓപ്പറേറ്റ് അറ്റ് കണ്ടൻസർ കണ്ടൻസറിന്റെ ടെമ്പറേച്ചർ 40 തന്നിട്ടുണ്ട്. ഇവാപറേറ്ററിന്റെ 0 തന്നിട്ടുണ്ട്. ഡെവലപ്പ് 15 ടൺ ഓഫ് റെഫ്രിജറേഷൻ. അതായത് ഇതെന്ന് വെച്ചാൽ ക്യൂ അബ്സോർപ്ഷൻ റേറ്റ് തന്നിട്ടുണ്ട് 15 ടണ്ണ്. 15 ടണ്ണിനെ നമുക്ക് കിലോ വോട്ടിലേക്ക് മാറ്റാൻ പറ്റും. 3.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പതിപോലെ നമ്മളെ ഗ്രാഫിലേക്ക് പോവാം. pH ചാർട്ട് വരക്കാന്ന്. ഇത് അനലറ്റിക്കൽ മെത്തഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ടേബിൾ വെച്ച് കണ്ടുപിടിക്കല്. ചാർട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് ഞാൻ ഇന്ന് തന്നെ പറഞ്ഞുതരും, നമ്മളെ സമയം സെറ്റ് ആണെങ്കിൽ. എനിക്ക് ചാർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പൊ 1 എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകിച്ച് ഒന്നും ഡ്രൈ ആണോ വെറ്റാണോ എന്നൊന്നും പറയാത്തോണ്ട് ഞാൻ ഇവിടെ എടുത്തു 1. 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇപ്പൊ ഐസെൻട്രോപിക് കംപ്രഷൻ ആയതുകൊണ്ട് നേരെ വലത്തോട്ടേക്ക് പോയി. 3 എന്ന് പറഞ്ഞ പോയിന്റ് നേരെ ലെഫ്റ്റിൽ വന്നിട്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്തു. 4 എന്ന് പറഞ്ഞ കുത്തനെ താഴത്തേക്ക്. 4 തിരിച്ച് 1ലേക്ക്. ഇതായിരുന്നു നമ്മളെ പ്രോസസ്സ്. കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ വരിക 4ലും 1ലൊക്കെ സെയിം ലൈന്. മുകളിൽ 3ലും 2ലും ഒക്കെ കോൺസ്റ്റന്റ് പ്രഷർ ലൈനാണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈന് വരിക ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു മലേന്റെ ലെഫ്റ്റ് സൈഡിൽ ടച്ച് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു താഴത്തേക്ക് പോയി. ഇതാണ് 0 ഡിഗ്രി സെൽഷ്യസിന്റെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈന് വന്നു. അതേപോലെ തന്നെ 3 ആണെങ്കിൽ 3 എന്ന് പറഞ്ഞ പോയിന്റിലും 2 ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലും 2 ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. അതിങ്ങനെ പോകും. അതാണ് 40 ഡിഗ്രി സെൽഷ്യസ്. 2ല് വേറെ എന്തോ ടെമ്പറേച്ചറാണ് ഉള്ളത്, അതറിയില്ല. 2ലുള്ള ടെമ്പറേച്ചർ ഇങ്ങനെയായിട്ടും വന്ന് പുറത്തേക്ക് വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അതറിയില്ല. നമുക്ക് T ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ, അറിയില്ല. അപ്പൊ ഇതാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈനൊക്കെ പോകുന്നത്. അതൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് ഞാൻ ഇത് ഇത്രക്കാരം ആഡംബരമായിട്ട് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. നിങ്ങൾക്ക് 2-3 പ്രോബ്ലം ചെയ്ത ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സാച്ചുറേഷൻ കർവും അതിൻ്റെ ഉള്ളിലത്തെ ഈ പോയിന്റ് മാത്രം വരച്ചാൽ മതി. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് H1 എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം H1 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണുള്ളത്? 1 എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത് മലേന്റെ റൈറ്റ് സൈഡിൽ, മലേന്റെ മുകളിൽ തന്നെയാണുള്ളത്. അപ്പൊ H1 എനിക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അങ്ങനെ H1 എന്ന് വെച്ച് കഴിഞ്ഞാൽ H ഓഫ് ഗ്യാസ് അറ്റ് അടുത്ത ടെമ്പറേച്ചർ എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ Hg കിട്ടും. ഒരു സെക്കൻഡ്, H1 കിട്ടും. റെഡിയാക്കാം. ആ ടേബിള് എടുത്തിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം. ടേബിൾ ഓപ്പൺ ആയിട്ടുണ്ട്, കാണാൻ പറ്റുമായിരിക്കും. ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസിന്റെ ഹൈറ്റാണ് ആവശ്യം. അവിടെ H1 Hg ആണ്. Hg നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. അങ്ങനത്തെ കള്ളിയിലുണ്ടാവും. അവിടെ HF, HFG, Hg ഉണ്ടാവും. Hgന്റെ അകത്ത് അത്
കല്യാണ് അവിടെയുള്ള. അവിടെ 0 ഇത്രയാ 187.53 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കാണുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ അത് എത്തിയിട്ടുണ്ടാവും വിചാരിക്കും. ജി 187.53 എന്ന് പറഞ്ഞ വാല്യൂ ഇല്ലേ, കാണാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ടേബിളിൽ കണ്ടുപിടിക്കുക. 187.53 കിലോ ജൂൾ പെർ കിലോഗ്രാം. എന്താ എടുക്കട്ടെ. H2 എനിക്കറിയില്ല, കാരണം H2 എന്ന് പറയുന്നത് മലേന്റെ വലത്ത് വശത്ത് വേറെ എവിടെ പുറത്ത് ചാടിയിട്ടുള്ള പോയിന്റ് ആണ്. അതെനിക്കൊന്നും കണ്ടുപിടിക്കാൻ അറിയില്ല. അപ്പൊ അതവിടെ കിടക്കട്ടെ, ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ കിടക്കട്ടെ. H2' എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, മലേന്റെ റൈറ്റ് സൈഡിലുള്ള തന്നെയാണ്. HG അറ്റ് 40 ഡിഗ്രി 40 ഡിഗ്രി സെൽഷ്യസ് ആണ് അടുത്ത ടെമ്പറേച്ചർ. അത് നോക്കിയാൽ മതി. അപ്പൊ വീണ്ടും ഞാൻ ചിത്രം നോക്കിയിട്ട് പറഞ്ഞിരുന്നില്ല. ഇതിപ്പോ 0, 1, 2, 3, 4, 5 വരെയാണ് ഈ ചാർട്ടിലുള്ളത്. 14ന്റെ അടുത്ത പേജിൽ ഉണ്ടാവും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HG കണ്ടുപിടിക്കുക. അടുത്ത ചാർട്ട് ഞാൻ എടുക്കുന്നില്ല തൽക്കാലം, കാരണം അല്ലെങ്കിൽ കുറെ ലാഗ് ആവും. അപ്പം ഇത് എടുക്കട്ടെ. അതിന്റെ വാല്യൂ വരിക H2ന്റെ വാല്യൂ, H2' വാല്യൂ വരുന്നത് 203.20 കിലോ ജൂൾ പെർ കിലോഗ്രാം. പിന്നെ H3 കണ്ടുപിടിക്കാൻ പറ്റും. H3 മലേന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് ആണ്, മലേന്റെ മുകളിൽ തന്നെയുള്ള പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് മലേന്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിലാണ്ട്. HF ആണ് ഫ്ലൂയിഡിന്റെ എന്തായാലും അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്. അതെനിക്ക് കണക്കൂട്ടുന്ന സമയത്ത് കിട്ടും 74.59 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണെന്ന് കിട്ടും. ഓക്കെ. H3 തന്നെയാണ് H4, കാരണം ഐസെൻതാൽപിക് പ്രോസസ് ആണ്. അപ്പൊ H3 H4 ആണ്. അത് 74.59 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അപ്പൊ എനിക്ക് അറിയാത്ത ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, അതാണ് H2. അപ്പൊ അതിനെ ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. H2നെ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് H2 എന്ന് വെച്ചാൽ മലേന്റെ റൈറ്റ് സൈഡിലുള്ള ഒരു പോയിന്റ് ആയിരുന്നു. H2 എന്ന് വെച്ച് കഴിഞ്ഞാല് റൈറ്റ് സൈഡിലുള്ള ഒരു പോയിന്റ് ആണ്. റൈറ്റ് സൈഡിലുള്ള ഒരു പോയിന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പുതിയൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് HG, ഈ ഭാഗത്തുള്ള ഇവിടം വരെ HG ആണ്. HGന്റെ കൂടെ എന്തോ ഒരു സാധനം പ്ലസ് കൊടുക്കണം. അപ്പൊ എന്തോ ഒരു സാധനത്തിന്റെ ആണ് പറയാൻ പോകുന്നത്. H2 H2' പ്ലസ് എന്തോ ഒരു സാധനം എടുക്കാണ്ട്, ആ പ്ലസ് ആണ് CP ഇൻറ്റു നമുക്ക് അവിടുത്തെ ടെമ്പറേച്ചർ, ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ, H2 മൈനസ് T2' ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ്. H2' എനിക്കറിയാം. H2' ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വരുന്ന വാല്യൂ 203.20 പ്ലസ് CPന്റെ വാല്യൂ അറിയാം. അവിടെയായിരുന്നു നമ്മൾ അന്ന് വിട്ട് കിടക്കുന്നുണ്ടായത്. CP അവിടെ കിട്ടാറില്ല. ഇൻറ്റു T2 മൈനസ് T2' ആണ്. ഓക്കെ. CPന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അഗൈൻ ഇവിടത്തേക്ക് വരികയാണ്. ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടേബിളിൻ്റെ അകത്ത് തപ്പിക്കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ, ഇത് ഡാറ്റ ബുക്ക് ഏതിന്റെ ആയിരുന്നു? ഡോംകുണ്ടോ ആയിരുന്ന ഇത്? ഡോംകുണ്ടോറിലെ ഈ ഡാറ്റ ബുക്കിന്റെ അകത്ത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. CP വാല്യൂ പറഞ്ഞിട്ട് കാണിച്ചരാ. സാധാരണ ഈ ടേബിളിൽ തന്നെ ഇവിടെ വരേണ്ടതാണ്. അതായത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ, സ്പെസിഫിക് എൻട്രോപ്പി, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. CP എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടില്ല. ഇനി ഈ ഒരു ഡാറ്റ ബുക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ്. കാണുന്നുണ്ടാ? എനിക്ക് മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. സ്പെസിഫിക്, അതായത് ബോയിലിംഗ് ടെമ്പറേച്ചർ അറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ, ഫ്രീസിംഗ് ടെമ്പറേച്ചർ അറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ,
ക്രിട്ടിക്കൽ പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വന്നിട്ട് ലാസ്റ്റ് വരുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ് അറ്റ് 30°C തന്നിട്ടുണ്ട്. 0.938 ആണ്. അതേപോലെ അത് ലിക്വിഡിന്റെ സ്പെസിഫിക് ഹീറ്റ് ആയിട്ടില്ല. അതേപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ ഓഫ് വേപ്പർ അറ്റ് 30°C 1.139 എന്നും തന്നിട്ടുണ്ട്. അത് 30°C തന്നിട്ടില്ല. പക്ഷെ നമുക്ക് CP വാല്യൂ വേണ്ടത് 40°C. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡാറ്റ ബുക്ക് കയ്യിലുള്ള ആൾക്കാർക്ക് CP വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ ഇന്നലെ കുറച്ച് ആൾക്കാരോടൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ ഡാറ്റ ബുക്കിന്റെ അകത്ത് വാല്യൂസ് ഇല്ല. ഡാറ്റ ബുക്ക് അതിലുണ്ട് CP വാല്യൂ. കേൾക്കുന്നില്ലേ? ആരോ എന്തോ പറയാൻ ശ്രമിച്ച പോലെ തോന്നി. കോദണ്ഡ് രാമൻ എന്ന് പറഞ്ഞൊരു ഓ ഹലോ എന്ത് പറ്റിയടാ? കട്ടായിട്ടാണോ കേൾക്കുന്നത്? അപ്പൊ ഒന്നും കേട്ടിട്ടില്ല ഇത്രയും സമയം പറഞ്ഞ? കുറച്ച് ടൈം ഞാൻ പറഞ്ഞു കേട്ടില്ല. അല്ല ഒന്നുമില്ല, ഞാൻ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ CP വാല്യൂ ഈ ഡാറ്റ ബുക്കിന്റെ അകത്ത് ഇപ്പൊ നിഖിൽ അയച്ചെന്ന ഡാറ്റ ബുക്ക് ആയിരുന്നു, അത് നമ്മളെ ഡോം കുണ്ടുവാറിന്റെ ഡാറ്റ ബുക്കാണ്. അതില് CP വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയാന്ന് പറഞ്ഞത്. ആ ഡാറ്റ ബുക്കിന്റെ അകത്ത് ഈ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോദണ്ഡ് രാമൻ എന്ന് പറഞ്ഞൊരു ഡാറ്റ ബുക്ക് ഉണ്ട് മൂപ്പരുടെ, ഒരു കളർഫുൾ ഡാറ്റ ബുക്ക്. അതാണ് ഇവന്റെ അടുക്കല്ലേന്നു അല്ലെ, ജിഷ്ണുവിന്റെ അടുക്ക അതല്ലേ ഉള്ളു? ആ അതില് CP വാല്യൂ ഉണ്ടല്ലോ അല്ലേ? 40°C കറസ്പോണ്ട്. പക്ഷെ അതിന്റെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ വാല്യൂസ് ഒക്കെ വ്യത്യാസമായിരിക്കും. H1ഉം H2'ഉം H3ന്റെ വാല്യൂ ഒക്കെ തെറ്റല്ലേ? വേറെയല്ലേ വാല്യൂ ഉള്ള? ആ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓരോ ഡാറ്റ ബുക്ക് അനുസരിച്ചിട്ട് ഇതൊക്കെ മാറിക്കളിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും കറക്റ്റ് ഞാൻ അപ്പൊ എനിക്ക് ഉത്തരം കിട്ടൂലല്ലോ എന്ന് വിചാരിക്കും. നമ്മളെ ആൻസർ നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാമിന് അതൊരു വിഷയമല്ല. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിനാണ് അതിൽ മാർക്ക് തരിക. കറക്റ്റ് വാല്യൂ കിട്ടണം എന്നില്ല. യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് സ്റ്റെപ്പിനാണ് വാല്യൂസ്. അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ടാണോ വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതിയിട്ടുള്ളത്, ഏതൊക്കെ ഫോർമുല അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, അതിന് മാത്രമാണ് ആൻസർ ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യാന്നുള്ളത്. ഗ്രാഫിക്കൽ മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് ഒന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തൽക്കാലം നമുക്ക് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഏതായാലും ഈ ഒരു മെത്തേഡ് തീർക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത്രയും സമയം എടുത്ത വാല്യൂസ് ഒക്കെ ഡോം കുണ്ടുവാറിന്റെ ആയിരുന്നു. പക്ഷെ ഞാൻ CP വാല്യൂ എടുക്കാൻ പോകുന്നത് കോദണ്ഡ് രാമന്റെ ആണ്. അത് എത്രയായിരുന്നു ജിഷ്ണു ഉണ്ടായത്? അതിൻ്റെ അകത്ത് 40°C കറസ്പോണ്ടിങ് ആയിട്ടുള്ള CP വാല്യൂ എത്രയാ? CP ഓഫ് ഗ്യാസ് 0.762. CP ഓഫ് ഗ്യാസ് അറ്റ് 40°C. ഇത് ബുക്ക് ഏതാണ്? കോദണ്ഡ് രാമൻ അല്ലേ? രാമന്റെ ബുക്കിന്റെ അകത്തുനിന്നാണ് അത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ 203.20 പ്ലസ് CP എത്രയായിരുന്നു? 0.762 ഇൻടു ഇല്ല, ഇത് മറ്റേനകത്ത് ഉണ്ടാവില്ല. അതിന് പകരം നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഒറ്റയടിക്ക് ചെയ്താൽ മതി. പക്ഷെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നില്ലേ, എല്ലാം അറിഞ്ഞു. ആ അത് പ്രശ്നമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡാറ്റ ബുക്ക് മാത്രം കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഇത് എഴുതിയിട്ടാൽ മതി. CP വാല്യൂ ഓഫ് ഗ്യാസ് അറ്റ് ഇത് ഏതാ ഡാറ്റ ബുക്ക് എന്നുള്ളത് പേജ് അവിടെ എഴുതിയിട്ടാൽ മതി. ഇത്രക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ആൻസറിന് ഫുൾ മാർക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാം. T2 എനിക്കറിയില്ല, അതുകൊണ്ട് T2 ഞാൻ അവിടെ ഇട്ടു. T2 ഡാഷ് സാർ എന്റെ ഡോം കൊണ്ടുപോകാറില്ലേ? മറ്റേ ഇപ്പൊ കാണിച്ച സംഭവം ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. നിന്റെ അതിന്റെ അകത്തില്ല. നിന്റെ വലിയ ബുക്ക് അത് ഇതൊരു വലിയ ബുക്ക്, ഒരു വലിയ ഡാറ്റ ബുക്ക് അല്ലേ? അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്.
ആ ഡേറ്റ ബുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അതായിരുന്നു ഉപയോഗിച്ചത്. ഇതില് ഞാനിപ്പോ എവിടെയാ തപ്പണ്ടേ സാധനത്തിന്? സി പി വാല്യൂ നമ്മൾ ഈ കോദണ്ഡരാമൻ എന്ന് പറഞ്ഞ ബുക്കിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ സി പി വാല്യൂ. പിന്നെ അതിന്റെ അകത്ത് എവിടെയും തപ്പിയിട്ട് കാര്യമില്ല. തൽക്കാലം നമുക്ക് ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാനുള്ളൂ. അത് മാത്രമേ ഞാൻ പറയാനുള്ളൂ. നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ സിമ്പിൾ ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അത് ഞാൻ ഇപ്പം തന്നെ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ T2 എനിക്കറിയില്ല, T2 ഡാഷ് എനിക്കറിയാം. T2 ഡാഷ് 40 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതിനെ കെൽവിനിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ വേണ്ട. കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 14 കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 313 കാരണം സി പി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ടെമ്പറേച്ചറിനെയും കെൽവിനിലേക്ക് മാറ്റി. ഇനി എനിക്ക് T1 അറിയില്ല. ക്വസ്റ്റ്യൻ അവിടെ കിടക്കട്ടെ. T1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പരിപാടിയാണ്. നമുക്കറിയാം S1 is equal to S2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു S1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? SG ഓ അറ്റ് 1 ഡിഗ്രി സെൽഷ്യസിലുള്ള SG ആണല്ലോ. അപ്പൊ ഇതാണെന്നറിയാം. നോക്കിക്കോ, S1 എൻട്രോപ്പിയും 2 എൻട്രോപ്പിയും സെയിം ആണ്. കാരണം ഐസെൻട്രോപ്പിക് പ്രോസസ് ആണ്. അപ്പൊ S1 is equal to S2 ആണ്. S1 എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, മലേന്റെ മുകളിലുള്ള വാല്യൂ ആണ്. അതായത് SG അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അത് ഞാൻ ഡാറ്റ ബുക്ക് നോക്കിയിട്ട് എഴുതുക. എത്രയാ വരിക? ഇസ് ഈക്വൽ ടു അതിന്റെ വാല്യൂ എനിക്ക് വരും 0.6965 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ S1 is equal to S2 ആണെങ്കിൽ നമുക്ക് വേറൊരു റിലേഷൻ പറയാൻ പറ്റും. S2 അതായത് മലേന്റെ പുറത്തുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ S2 ഡാഷ് മലേന്റെ റൈറ്റ് സൈഡിലുള്ള സാധനം പ്ലസ് എന്തോ ഒരു ഐറ്റം. ആ എന്തോ ഒരു ഐറ്റത്തിന് നമ്മൾ CP ഇൻറ്റു നമുക്ക് അവിടെയുള്ള ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് T2/T1 എടുക്കുക. ഡിവൈഡഡ് ബൈ ആണ്. എൻട്രോപ്പി കണ്ടുപിടിക്കുമ്പോൾ ഇക്വേഷൻ ഇതാണ്. S2 is equal to S2 dash plus CP into log ഉണ്ട്, നാച്ചുറൽ ലോഗ് ഓഫ് T2/T1 ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുക. 0.6965 is equal to S2 dash എത്രയാണ്? 0.6825. ചാർട്ടിന്റെ അകത്ത് കണ്ടുപിടിച്ചോളെ. S2 ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ S ഓഫ് ഗ്യാസ് അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് 0.6825 കിട്ടും. പ്ലസ് CPന്റെ വാല്യൂ എനിക്ക് എത്രയായിരുന്നു കിട്ടിയത്? 40 ഡിഗ്രി സെൽഷ്യസിലുള്ള CP വാല്യൂ കിട്ടിയത് നേരത്തെ 0.762 തന്നെയായിരുന്നു. ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് T2 എനിക്കറിയില്ല, അവിടെ കിടക്കട്ട്. T1 എനിക്കറിയാം. T1 വരുന്നത് എത്ര? 273. ഇതിൻ്റെ അകത്ത് എനിക്ക് T2 വാല്യൂ കിട്ടൂലേ? ആകെ അറിയാത്തത് T2 വാല്യൂ ആണ്. T1 0 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 273 കെൽവിനിലേക്ക് മാറ്റിയിട്ട് 273 എടുത്തു. അങ്ങനെ എനിക്ക് ഇതിൻ്റെ അകത്ത് T2 വാല്യൂ കണ്ടുപിടിച്ചൂടെ? ആരെങ്കിലും ഒന്ന് കണക്ക് കൂട്ടി തരുമോ? എൻ്റെ കയ്യിൽ ഇവിടെ കാൽക്കുലേറ്റർ ഇല്ല. സിംപ്ലിഫൈ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. സിംപ്ലിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.6965 മൈനസ് 0.6825 divided by 0.762 is equal to natural log of T2/273. നാച്ചുറൽ ലോഗിന്റെ ആന്റി ലോഗ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? ആന്റി ലോഗ് എടുത്താൽ മതി. രണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ ഒരു വാല്യൂന്റെ ആന്റി ലോഗ് എടുക്കുക. അപ്പൊ നമുക്ക് T2/273 is equal to ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് T2 is equal to എത്ര കിട്ടിയ? ഒരു X കിട്ടി വെച്ചോ. X into 273 എടുക്കുക. അങ്ങനെയാണ് T2ന്റെ വാല്യൂ കിട്ടുക. 278.06. എത്ര കിട്ടിയ? 278.06. കിട്ടില്ല.
278.06. 278.06 അത്രയും കെൽവിൻ. T2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ ഇക്വേഷൻ്റെ അകത്ത് T2 ആയിരുന്നു അറിയാത്തത്. H2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പോയ സമയത്ത് നമുക്ക് അറിയാത്ത വാല്യൂ ഏതാ ഇവിടെ കാണാം. H2 കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചെടുത്ത് CP ഇൻറ്റു T2 മൈനസ് T2 ഡാഷ് ആയിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് T2 വാല്യൂ അറിയില്ലായിരുന്നു. T2 വാല്യൂയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കായിരുന്നു? H2 കണ്ടുപിടിക്കായിരുന്നു. അപ്പൊ അത് ഞാൻ എവിടത്തേക്ക് കൊടുക്കുന്നു? നമുക്ക് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാം. T2ന്റെ വാല്യൂ ഇവിടെ ഉണ്ട്. ഈക്വൽ ടു 203.20 203.20 പ്ലസ് 0.762 0.762 ഇൻറ്റു T2ന്റെ വാല്യൂ ഇപ്പം കിട്ടി 278.06 278.06 മൈനസ് 313. നെഗറ്റീവ് വാല്യൂ ഒക്കെ വരും ചിലപ്പോൾ. എത്ര കിട്ടുന്നത് നോക്കിയാൽ 176. അവിടെ ചെറിയൊരു ഇതുണ്ടേ. ഞാൻ ഇവിടെ എടുത്ത സാധനം മാറ്റല്ലേ. T2 ഡാഷ് ആണ്. CP ഇൻറ്റു അയ്യോ നാച്ചുറൽ ലോഗ് T2 ബൈ T2 ഡാഷ് ആണ്. സീക്വൽ ടു എത്ര വരിക? 0.762 ഇൻറ്റു നാച്ചുറൽ ലോഗ് T2 അറിയില്ല ഡിവൈഡ് ബൈ T2 ഡാഷ് 313 ആയിരുന്നേ. അതെടുക്കണേ. 313 T2 ഡാഷ് 313 ഇവിടെയൊക്കെ 313. അപ്പൊ T2 എത്രയായിരുന്നു കിട്ടിയ? 318.80. 318.80. സോറി, അത് എൻ്റെ അടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. മാറിപ്പോയത്. നമ്മൾ T2 T1 അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ എഴുതുന്ന സമയത്ത് മാറിപ്പോയതാ. T2 ബൈ T2 ഡാഷ് അതാണ് എടുക്കേണ്ടത്. 318.80. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം 318.80 which is equal to എത്ര കിട്ടും? H2ന്റെ വാല്യൂ 207.6 ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം കിട്ടും. H2ഉം കിട്ടി. എല്ലാ പോയിന്റിലും എന്താൽപ്പിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുഷ്പം പോലെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് ഡിറ്റർമൈൻ തിയററ്റിക്കൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ്. തിയററ്റിക്കൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താന്ന് വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. സ്പെസിഫിക് വോളിയം അറ്റ് 1, അതായത് സ്മോൾ ലെറ്റർ വി കണ്ടുപിടിക്കാം. എങ്ങനെയാ എന്നുവെച്ചാ വോളിയം ഓഫ് ഗ്യാസ്, സ്പെസിഫിക് വോളിയം ഓഫ് ഗ്യാസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡാറ്റാ ബുക്ക് നോക്കിയിട്ട് അതൊന്നും എത്രയാ കിട്ടുന്നത് നോക്കിയേ. വോളിയം നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഇത് സ്പെസിഫിക് വോളിയം ഓഫ് ഗ്യാസ് ആണ്. ഡാറ്റാ ബുക്കിൽ നോക്കിയിട്ട് എത്രയാ സ്പെസിഫിക് വോളിയം വരുന്നത്? 0.0565 മീറ്റർ ക്യൂബ് അല്ലേ? 0.0565 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. വോളിയം എന്ന് വെച്ചാൽ എന്താണ്? മീറ്റർ ക്യൂബിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയാം. അപ്പൊ കിലോഗ്രാം പോയി കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. അതായത്
വോളിയം അറ്റ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാസ് ഇൻറ്റു റെഫ്രിജറന്റിന്റെ മാസ് ഇൻറ്റു ഈ സ്മോൾ ലെറ്റർ V1 കൊടുത്താൽ പോരെ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞത്. അപ്പൊ അതിന് എനിക്ക് മാസ് കണ്ടുപിടിക്കണം. അതായത് വോളിയം അറ്റ് 1 is equal to മാസ് എനിക്ക് അറിയില്ല ഇൻറ്റു V1 ആണ് 0.0565 ആണ്. അപ്പൊ മാസ് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 0.555 അത് ഈ ഇതിന്റെ അകത്തുള്ള സാധനം നോക്കിയാൽ മതി. ഞാൻ ഇപ്പം കാണിച്ച ഡാറ്റ ബുക്കിന്റെ അകത്തുള്ള ഞാൻ ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഗ്യാസ് എടുക്കുക, എന്നിട്ട് 0 ഡിഗ്രി സെൽഷ്യസിന് 0.0555 ആണല്ലേ. 0.055 ആ ഓരോ ഡാറ്റ ബുക്ക് അനുസരിച്ചിട്ട് വലിയ വ്യത്യാസമുണ്ട്. 0 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് 0.0555 എന്ന് പറഞ്ഞിട്ട് കാണാം. അതെടുക്കുക. അപ്പൊ മാസ് എനിക്ക് അറിയില്ല. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു അടുത്ത ട്രിക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ക്യൂ അബ്സോർബിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ഇവിടെ. 15 ടൺ ഓഫ് റെഫ്രിജറേഷൻ ആണ് ക്യൂ അബ്സോർബ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ക്യൂ അബ്സോർബ് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടം വരെയാണ്? 4 1 പ്രോസസ്സിലാണ് ക്യൂ അബ്സോർബ്, അതായത് വലിച്ചെടുക്കുന്നത്, ക്യൂ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ക്യൂ അബ്സോർബ്ഡ് ഈസ് ഈക്വൽ ടു പറഞ്ഞിട്ട് ഇക്വേഷൻ എനിക്ക് എന്ത് കൊടുക്കാം? Q absorbed is equal to mass flow rate into H1 minus H4 ആണെന്ന് അറിയാം. മാസ് ഫ്ലോ അതിന്റെ Q absorbed എനിക്ക് തന്നിട്ടുണ്ട് 15 TR ആണ്. അതിനെ കിലോ വാട്ടിലേക്ക് മാറ്റാൻ വേണ്ടി 3.5 വെച്ച് മൾട്ടിപ്ലൈ ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് എനിക്ക് അറിയില്ല, അവിടെ കിടക്കട്ട്. H1 എനിക്കറിയാം, H4 എനിക്കറിയാം. H1 ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? H1 എന്ന് വെച്ച് കഴിഞ്ഞാല് 187.53 ആയിരുന്നു. മൈനസ് H4 അറിയില്ലല്ലോ. 70 H4 is equal to H3 ആണ്. 74.59 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇതിൻ്റെ അകത്ത് എനിക്ക് മാസ് ഫ്ലോ റേറ്റ് കിട്ടും. മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.4 സംതിങ് കിട്ടും. മാസ് ഫ്ലോ റേറ്റ് 0.4 എത്രയാണ്? ഒന്ന് പറഞ്ഞല്ലോ. 0.4 464. ഓക്കെ, അത് മതി. അത്രയും കിലോഗ്രാം പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ എനിക്ക് ഇതെടുത്തിട്ട് ഇവിടെ കൊടുത്താൽ മതി. വോളിയം കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. 0.464 ഇൻറ്റു 0.0555 എനിക്ക് വോളിയം കിട്ടും. എത്ര? നമ്മൾ തിയററ്റിക്കൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് അഥവാ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും 0.02 സംതിങ് കിട്ടും. 0.25 ആട്ടെന്ന് വിചാരിക്കും. ഇത്രയും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ കിട്ടും. വോളിയം ഫ്ലോ റേറ്റ് ആണ്. അപ്പൊ തിയററ്റിക്കൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കണ്ടുപിടിച്ചു. ഇനി എനിക്ക് വേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിറ്റർമൈൻ തിയററ്റിക്കൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ്. അതൊക്കെ ഹീറ്റ് റിജക്റ്റഡ്. അത് പുതിയൊരു ചോദ്യമാണ്, ഇതുവരെ കേൾക്കാത്തൊരു ചോദ്യമാണ്. ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 2 3 ഈ ഒരു പ്രോസസ്സിലാണ് എന്ത് ചെയ്യുന്നത്? ക്യൂനെ റിജക്ട് ചെയ്യുന്നത്, അന്തരീക്ഷത്തിലേക്ക് കളയുന്നത്. അപ്പൊ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രത്യേകിച്ച് തലപ്പിരാന്താക്കേണ്ട കാര്യമൊന്നുമില്ല. ക്യൂ റിജക്റ്റഡ് ഈസ് ഈക്വൽ ടു സെയിം മെത്തേഡ് M into വർക്ക് ചെയ്യുന്നത് H2ന്റെ അകത്തുനിന്ന് H3 വരെയാണ്.
അപ്പൊ മാസ് ഇൻറ്റു H2 മൈനസ് H3. മാസ് ഫ്ലോ റേറ്റ് എനിക്ക് ഓൾറെഡി കിട്ടിയതാണ് 0.465 ആണ്. ഇൻറ്റു H2 എനിക്ക് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 207.6 അങ്ങനെട്ട് എന്തോ അല്ലേ കിട്ടിയത്, ഓർമ്മയില്ല. H2 മൈനസ് H3 എടുക്കിയതല്ല. അങ്ങനെ നമുക്ക് Q റിജക്റ്റഡ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കാർനോട്ട് COP ആണ്. അവിടെ നിന്നാണ് നമുക്ക് ആവശ്യമുള്ളത്. കാർനോട്ട് COP കണ്ടുപിടിക്കാനായിട്ടില്ല. സാധാ COP അല്ല, കാർനോട്ട് COP. കാർനോട്ട് COP എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈക്വൽ ടു നമ്മൾ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അതായത് T1 നമ്മളെ ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഏറ്റവും വലിയ ടെമ്പറേച്ചർ മൈനസ് ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ. ഇതാണ് നമ്മളുടെ ഏത് കാർനോട്ട് COP എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഏറ്റവും വലിയ ടെമ്പറേച്ചർ മൈനസ് ചെറിയ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനോ. ഇനി സാധാ COP ആണെങ്കിലോ, സാധാ COP ആണെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ്, which is equal to റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എനിക്ക് എത്ര കിട്ടിയ നേരത്തെ Q അപ്സോഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 ടൺ ആണ്. അത് 15 ഇൻറ്റു 3.5 ഡിവൈഡ് ബൈ വർക്ക് ഡൺ എനിക്ക് അറിയില്ല, കണ്ടുപിടിക്കാൻ പറ്റും M ഇൻറ്റു H2 തൊട്ട് H1 വരെ 1 to 2 ആണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മാസ് ഇൻറ്റു H2 മൈനസ് H1 എടുത്താൽ മതി. അതിൻ്റെ അകത്ത് എനിക്ക് COP ഈക്വൽ ടു ഈ വാല്യൂയും കിട്ടും. ഈ രണ്ട് വാല്യൂസും നിങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, ഇപ്പൊ ഇതുവരെ ഓക്കെ. ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, നമ്മൾ കുറേ സമയം പോയി പോകും. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് ഗ്രാഫിക്കൽ മെത്തേഡിലേക്ക് ചാടാൻ വേണ്ടി പോവാം. ഇത് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഡാറ്റ ബുക്കൊക്കെ കണ്ടുപിടിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നേരെ എവിടത്തേക്ക് പോവാ, ഇപ്പം കാണിച്ചതാ. സാർ T1 0 അല്ലേ? T1 ഇതല്ലടാ, നമുക്ക് കെൽവിനിലല്ലേ എടുക്കുന്നത്. 273 അല്ലേ, കെൽവിനിലും എടുക്കുമല്ലോ. ഓക്കെ, ഇതാണ് നമ്മളെ R12ന്റെ. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചാർട്ട് വരുന്നത് ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവും ഏതിൻ്റെയാന്ന്. റെഫ്രിജറന്റ് 12 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അറ്റ് -40 ഡിഗ്രി സെൽഷ്യസ് HF 0 SF ആണെന്ന് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇതാണ് R12ന്റെ ചാർട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാന്ന് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡാ പറയുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് വരച്ചു കൊടുക്കേ ഉണ്ടു. ഇതിൽ വരക്കേ ഉണ്ട് ഡയറക്റ്റ് എല്ലാം H1 H2 H3 H4 എല്ലാം ഇതിൻ്റെ അകത്ത്. അത്രയും സിമ്പിളാണ്. കളർ പെന്നൊക്കെ എടുക്കുന്നുണ്ട്. പെന്നിന്റെ കളർ ഞാൻ റെഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. 1 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാ വരിക? ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസിന്റെ ലൈൻ ഇവിടെ കാണുന്നുണ്ടാവും. ഇങ്ങനെ പോകുന്നതാണ് 0 ഡിഗ്രി സെൽഷ്യസിന്റെ ലൈൻ. 40 ഡിഗ്രി സെൽഷ്യസിന്റെ ലൈന് കുറച്ച് മുകളിലായിട്ടും കാണുന്നുണ്ടാവും. ഇവിടെയാണ് 40 ഡിഗ്രി സെൽഷ്യസിന്റെ ലൈൻ. ഈ രണ്ട് ലൈനും ആണ് നമ്മൾ, കാരണം അതാണ് നമുക്ക് തന്നിട്ടിരിക്കുന്ന മെയിൻ പോയിന്റ്. രണ്ട് ടെമ്പറേച്ചർ ഏതൊക്കെയാന്ന് തന്നിട്ടുണ്ട്, 0 ഡിഗ്രി സെൽഷ്യസും 40 ഡിഗ്രി സെൽഷ്യസും. ഇതിൻ്റെ അകത്ത് തന്നെ 1 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാ തുടങ്ങുക? പച്ചക്കളർ 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുന്നത് മലേന്റെ റൈറ്റ് സൈഡിലാണ്. അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ പച്ചക്കളർ മാർക്ക് ചെയ്തെടുക്കുകയാണ്. 1 എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത് മലേന്റെ റൈറ്റ് സൈഡിൽ, സാച്ചുറേഷൻ കർവിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ 1 എടുത്തിട്ടുള്ളത്. 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. കോൺസ്റ്റന്റ് എൻട്രോപ്പി ലൈന് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഇതാ കുറെ ലൈന് വന്നു, അതാണ് ഐസെൻട്രോപിക് ലൈൻ.
അപ്പോൾ 1 2ലേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈൻ അവിടെ കാണാൻ പറ്റും, അതിലൂടെ പോവാം. ഞാനിപ്പോൾ ഇത് പെന്ന് വെച്ച് വരക്കുന്നതുകൊണ്ട് ചെറിയൊരു വളവും തിരിവൊക്കെ ഉണ്ടാവും. നിങ്ങൾ മറ്റേൻ്റെ അകത്ത് നോക്കിയിട്ട് വരക്കുക. എന്നിട്ട് 2 എവിടെ കൊണ്ടുപോയി മുട്ടിക്കണം? ഈ 40°C ലൈനും ഈ നമ്മൾ ഈ വരച്ച ചെരിച്ച് വരച്ച ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എടുത്ത്. ഓക്കെ, അത് ഓക്കെ ആണോ? 40°C ഈ ഐസെൻട്രോപിക് ലൈനും കൂടി കൂട്ടിമുട്ടുന്ന ഭാഗം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. T2 ഡാഷ് കണ്ടുപിടിക്കണ്ട. അതാണ് 2 2 അതാണ് 2 എവിടെ വരും? അവിടുന്ന് റിട്ടേൺ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മലയായിട്ട് ചെറുങ്ങനെ ഒന്ന് ടച്ച് ചെയ്യും. അതാണ് 2. അത് നമുക്ക് ആവശ്യമില്ല. ഇടാണെന്ത് 3 എന്ന് പറഞ്ഞ പോയിന്റ് അവിടെയും കിട്ടും. 4 കിട്ടണമെങ്കിൽ കുത്തനെ താഴത്തേക്ക് ഇറക്കുക 0°C ലൈൻ വരെ. ഇതാണ് 4. തിരിച്ച് 4 ഇങ്ങോട്ടേക്ക് 1ലേക്ക് മുട്ടിക്കുക. ഇതാണ് 1 2 3 4 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വെറുതെ പേപ്പറിൽ വരച്ച ഗ്രാഫ് നമുക്ക് ഇവിടത്തേക്ക് എത്തിക്കാൻ പറ്റും. ഇനി നോക്കിക്കോ, H1 എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് താഴത്തേക്ക് നോക്കുക, കുത്തനെ താഴത്തേക്ക് ഇറങ്ങി നിങ്ങൾക്ക് കിട്ടും 180 പിന്നെ 200 ആണുള്ളത്. അപ്പോൾ 180 ചില്ലറ കിട്ടും. 180 എത്രയാണെന്ന് നമ്മൾ ഏകദേശം ഒരു റഫ് വാല്യൂ എടുത്താൽ മതി. കേട്ടോ, 180ക്കും 200ന്റെ ഇടയിലാണ് നമുക്ക് ആ കിട്ടിയ ലൈൻ ഉള്ളത്. അപ്പൊ H1 ഏകദേശം 180 ആണ്. പക്ഷെ 190ന്റെ അല്ല, നേരെ പകുതിയല്ല. അപ്പൊ 190 അല്ല, 190നെക്കാട്ടും കുറവാണ്. നമുക്കൊരു 185 ഇട്ട് കൊടുത്തോ. 195 വരില്ലേ പെർ കിലോഗ്രാം? 195 ഒക്കെ വരുന്നുണ്ടോ? ഓക്കെ, എനിക്ക് താഴത്തതാ 180 ഉണ്ട്, ഇപ്പുറം 200 ഉണ്ട്. അതിന്റെ നേരെ സെന്ററിലല്ല ഞാനിപ്പം വരച്ച സമയത്ത് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 180യും 200ന്റെ എന്തോ ഒരു ഇടയിലാണുള്ളത്. അപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പോൾ 185 എടുക്കുന്നു, പ്രശ്നമേ അല്ല. നേരത്തെ പ്രോബ്ലത്തിന്റെ അകത്ത് എനിക്ക് ടേബിളിൽ കിട്ടിയ വാല്യൂ എത്ര തന്നെയാണ്? ഇതേ ഇതിനോട് അടുത്തുള്ള വാല്യൂ തന്നെ കിട്ടിയത് 187.53 എന്നായിരുന്നു എനിക്ക് എക്സാക്ട് വാല്യൂ കിട്ടിയത്. എക്സാക്ട് വാല്യൂന്റെ ആവശ്യമില്ല നമുക്ക്. ചാർട്ട് വെച്ചിട്ടാ ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ ആൻസർ പേപ്പറിൽ എഴുതുക. ഫ്രം PH ചാർട്ട് നോട്ട് എഴുതുക. ചാർട്ട് വെച്ചിട്ടാണ് നിങ്ങൾ എഴുതുന്നതെന്ന്. എന്നിട്ട് എന്ത് ചെയ്യാം? H1 കണ്ടുപിടിച്ചാ H2 കണ്ടുപിടിക്കാലോ, സിമ്പിളാണ്. H2 = ഈ 2 എന്ന് പറഞ്ഞ പോയിന്റിന് അടിക്കുന്നത് ഉത്തരം താഴത്തേക്ക് ഇറക്കുക. ഇതിപ്പോ ഞാനിപ്പോ കണ്ടുപിടിച്ച H2 തെറ്റായിരിക്കേ, കാരണം അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഞാൻ പക്ഷെ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വൈഡ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഭാഗത്ത് കിട്ടുന്നതായിരിക്കും H2. H3യും 4ഉം കിട്ടണമെങ്കിൽ എവിടെ പോയാൽ മതി? H3യും 4ഉം കണ്ടുപിടിക്കാം നമുക്ക്. 3ലും 4ലും ഒരേ എന്താൽപ്പിയാണ്, കുത്തനെ താഴത്തേക്ക് വരുമോ? 3യും 4ഉം എന്തായാലും കറക്റ്റ് വാല്യൂ കിട്ടുക. നോക്കിക്കോ, 60ന്റെയും 80ന്റെയും ഇടയിലാണ്. നമുക്ക് ഇവിടെ കാണാം 60, ഇവിടെ കാണാം 80. 60ഉം അല്ല 80ഉം അല്ല, അതിന്റെ ഒരു ഇടയിലുള്ള കറക്റ്റ് സെന്ററിലും അല്ല. അതായത് 70 അല്ല, 60 കഴിഞ്ഞാൽ പിന്നെ 70 80 ആണല്ലോ. 70ഉം അല്ല, 70 കഴിഞ്ഞിട്ട് എത്രയാണ്? അപ്പൊ അത്ര ഏതാണ്ട് ഒരു വാല്യൂ എടുക്കുക. H3 = ഞാനൊരു 75 എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. H3 = 75 kJ/kg. എന്ത് വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഏകദേശം നിങ്ങളെ മനസ്സിൽ എത്രയാണെന്ന് തോന്നുന്ന വാല്യൂ, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു വാല്യൂ അങ്ങ് എടുക്കുക. 75 എടുത്തേ. നേരത്തെ പ്രോബ്ലം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലും കിട്ടിയ H3 = H4 = നമുക്ക് കിട്ടിയ വാല്യൂ 74.59 ആയിരുന്നു. നേരത്തെ പ്രോബ്ലത്തിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കാണിച്ചരാ. സമയായ? ഹലോ, സമയം വെള്ളിയാഴ്ചല്ലേ? 10:50 കഴിഞ്ഞാ? അറിയില്ല, സമയം അറിയില്ല. ആയിട്ടുണ്ടാവില്ല. എന്തായാലും ഇത് ക്ലിയർ ആണോ? ഈ ഗ്രാഫിൽ വരക്കുന്ന ഏറ്റവും സിമ്പിൾ ആണ്. നിങ്ങൾക്ക് പുഷ്പം പോലെ മാർക്ക് പഠിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് ഈ ഗ്രാഫിൽ നോക്കിയിട്ട് വരക്കുക എന്ന് പറയുന്നത്. ഇക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എല്ലാം കണ്ടുപിടിക്കാം. Q അബ്സോർബ്ഡ് കണ്ടുപിടിക്കണമെങ്കിൽ = M × H അബ്സോർബ് ചെയ്യുന്നത് എവിടെ നിന്ന് ഇടം വരെയാണ്? 1 - H4 കിട്ടും. H1 പറയാം, H4 പറയാം. Q റിജക്റ്റഡ് കണ്ടുപിടിക്കണോ? അതും കണ്ടുപിടിക്കാം. വർക്ക് ഡൺ കണ്ടുപിടിക്കണോ? അതും കണ്ടുപിടിക്കാം. എല്ലാം ഈ ഗ്രാഫിന്റെ അകത്ത് ഒറ്റയടിക്ക് കിട്ടും. ഓക്കെ.
അത്രേ ഉള്ളൂ സംഭവം. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പെട്ടത്. ഈ ഗ്രാഫ് എൻ്റെ കയ്യിലാണ്. നിഖിലിനോട് പെരുത്ത് നന്ദിയുണ്ട് ഗ്രാഫ് അയച്ചതിന്. ഇതായിരുന്നു കറക്റ്റ് വാല്യൂ ഉള്ള ഗ്രാഫ്. ഞാൻ ചെയ്ത വാല്യൂ ഇതിൻ്റെ അകത്തുള്ള സെയിം വാല്യൂ വരുന്ന ഗ്രാഫ് ഇതായിരുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ചാർട്ട് വെച്ചിട്ട് തന്നെ അടുത്ത പ്രോബ്ലം ഞാൻ കണ്ടുപിടിച്ചു തരാം. അപ്പോൾ ഓക്കെ ആയിക്കോളും. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഹീറ്റ് പമ്പ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. ഡയറക്റ്റ് ചാർട്ടിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. മറ്റേ ടേബിൾ വെച്ച് നിർബന്ധമായിട്ട് ചെയ്യണമെന്നും ചോദിക്കൂലോ അല്ലേ? ടേബിൾ വെച്ച് തന്നെ ചെയ്യണമെന്ന് ഒരിക്കലും ചോദിക്കൂലോ എക്സാമിന്. ഇല്ല, നിങ്ങൾക്ക് ഏത് മെത്തേഡിലും കണ്ടുപിടിക്കാം. അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ CP വാല്യൂ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കുറച്ച് റെഫ്രിജറേഷൻ ടേബിൾ മാത്രം മറ്റേതിൻ്റെ അകത്തുനിന്ന് എടുത്താൽ മതി.